ഹായ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ നമ്മുടെ ഫിനാൻസ് ക്ലിയർ ആയി മെയിൻറ്റെയിൻ ചെയ്യാം, പേയ്മെന്റ് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം എന്ന്? ഹായ്, ഞാൻ ആദിത്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഡിസൈനിൽ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇൻവോയ്സും ക്രെഡിറ്റ് നോട്ട്സും. ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല അത് സ്മാർട്ടായി മാനേജ് ചെയ്യാനും പേയ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനും ക്രെഡിറ്റ് നോട്ട് കറക്റ്റായി യൂസ് ചെയ്യാനും അറിയും. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട്സ് ഫുൾ ക്ലിയർ ആയിരിക്കും. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻവോയ്സിംഗ് നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഈസിയസ്റ്റ് പാർട്ട് ആക്കാം ഡിസൈലോ യൂസ് ചെയ്ത്. ഫസ്റ്റ് നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനെ നിങ്ങൾ സെറ്റിങ്ങിൽ പോവുക. സെറ്റിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആണ് ഇൻവോയ്സ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇൻവോയ്സിന് വേണ്ടിയുള്ള ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഈ ക്രിയേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പനീൻ്റെ പേര് എന്തുവന്നോ അത് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് പേര് ആഡ് ചെയ്തിട്ട് എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫയൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇമേജ് എന്തുവന്നോ അത് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും എഡിറ്റിങ്ങോ വല്ലതും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെയും. എന്നിട്ട് നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ഈ ഈ കോഡ് നിങ്ങൾക്ക് ഇനി മാറ്റണമെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാം. ഇപ്പം ഞാൻ HSN കോഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ എൻ്റെ ടെംപ്ലേറ്റിനകത്തും എഡിറ്റ് ആയി കാണും. ഇനി നിങ്ങൾക്ക് ഈ ടാക്സ് സമ്മറി കൊടുക്കണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അത് കാണിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ വൺസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ സേവ് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഈ ടെംപ്ലേറ്റ് ലിസ്റ്റിനകത്ത് വരും. ഇപ്പം ഞാനൊരു ടെംപ്ലേറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ്. ഇവിടെ ഞാൻ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ കമ്പനീൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ത്രീ ഡോട്ടിൽ പോയിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്താൽ ഏതാണോ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് വേണ്ടത് അത് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ആവും. അപ്പം നിങ്ങൾ എപ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്താലും ആ ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ വരും. അപ്പം ഞാനിത് എൻ്റെ ക്രിയേറ്റ് ചെയ്ത ഡിസൈനിന് ഞാൻ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ആയിരിക്കും ഞാൻ ഇനി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെ ഇനി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതിനായി നിങ്ങൾ ആവശ്യം പോലെ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ന്യൂ ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. എന്നിട്ട് പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ആ പ്രോജക്റ്റ് ഞാൻ ആഡ് ചെയ്യുക. എന്നിട്ട് ബില്ലിംഗ് അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഷിപ്പിംഗ് അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അതും കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഐറ്റംസ് ആഡ് ചെയ്യാം. ആഡ് ഐറ്റംസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഐറ്റംസ്. അതെല്ലാം നിങ്ങൾക്ക് കൊട്ടേഷൻ ത്രൂ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ കൊട്ടേഷൻ ത്രൂ ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഐറ്റംസ് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ HSN കോഡ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണം ഒരു എക്സാമ്പിൾ HSN കോഡ് കൊടുക്കുക. അപ്പം അതിൻ്റെ ടാക്സ് റേറ്റ് ഞാൻ ഒരു 5% കൊടുക്കുക. ഇനി അതേ സെയിം HSN കോഡ് ഞാൻ കൊടുക്കുമ്പോൾ സെയിം ടാക്സ് തന്നെ ആഡ് ആവും. ഇപ്പം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള HSN കോഡ് കൊടുക്കാൻ പോവാം. ഇത് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് സെയിം ടാക്സ് ആഡ് ആവത്തില്ല. അപ്പം ഞാൻ വേറെ ടാക്സ് ആഡ് ചെയ്യാൻ പോവാം. പിന്നെ അതേ ഞാൻ മുമ്പേ കൊടുത്ത അതേ HSN കോഡ് ഞാൻ പിന്നെയും കൊടുക്കുമ്പോൾ ആ ടാക്സ് ആഡ് ആയി. ഇനി എനിക്ക് ഇതിനകത്ത് ക്വാണ്ടിറ്റി എനിക്ക് ആഡ് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വേറെ എന്തൊക്കെ എഡിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഇനി ഇൻവോയ്സ് ID അല്ലെങ്കിൽ ഡേറ്റ് വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് പോയിട്ട് നമ്മുടെ ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ 19-ാം തീയതി ഡേറ്റ് കൊടുക്കുക. ബില്ലിംഗ് കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ഇന്ത്യ കൊടുക്കുക. കൊടുത്തു. സ്റ്റേറ്റ് ഡൽഹി കൊടുത്തു. അതുപോലെ തന്നെ ഷിപ്പിംഗ് കൺട്രി ഞാൻ ഇന്ത്യ തന്നെ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ സ്റ്റേറ്റ് ഇപ്പം ബീഹാർ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുത്തു. ഇനി അടുത്തതെന്ന് വെച്ചാൽ വേറൊരു എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ചാർജസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ഫിക്സ്ഡ് ആ പെർസെൻറ്റേജാ. ഇപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് ഒറ്റ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അത് ഫിക്സ്ഡ് ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഞാൻ ഒരു 5000 കൊടുക്കാൻ പോവാം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ അതും കൊടുത്തിട്ടുണ്ട് ഫിക്സ്ഡ് 1000. എന്നിട്ട് ഇത് ഞാൻ സേവ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇൻവോയ്സിനകത്ത് ഇത് കാണിക്കും, റിഫ്ലക്റ്റ് ആവും. ഇനി നിങ്ങൾക്ക് ഇത് പ്രിവ്യൂ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സീൻ ചെയ്യാം. നിങ്ങൾക്ക് ഇത് സേവ് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും.
ഒരു വട്ടം നിങ്ങൾ ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മുമ്പ് ഒരു വട്ടം കൂടെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ ഒന്ന് റീചെക്ക് ചെയ്തു. ഇനി ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇതിനകത്ത് നിങ്ങളുടെ ഐ ഡി ഏതാണെന്ന് വെച്ചാൽ ഐ ഡി നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇപ്പൊ ഞാനൊരു സാമ്പിൾ ആയിട്ട് ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഇൻവോയ്സ് ക്രിയേറ്റ് ആയി. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡും ചെയ്യാൻ പറ്റും PDF ആയിട്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ടാക്സ് ഇൻവോയ്സിന്റെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ്. നിങ്ങൾക്ക് ഈ ഇൻവോയ്സിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പേയ്മെന്റ് പെൻഡിംഗ് എന്ന് കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ആ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എങ്ങനെ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ഈ 3 ഡോട്ടിൽ പോവുക. അപ്ലൈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആ ഇൻവോയ്സ് ID കാണിക്കും. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നെയിമും HSN കോഡും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ക്വാണ്ടിറ്റി, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, റേറ്റ് അതിലെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഈ ടോട്ടൽ അഡീഷണൽ ചാർജസിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ആഡ് ചാർജ് ഞാൻ കൊടുക്കുക. എക്സ്ട്രാ ചാർജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു സെറ്റപ്പ് ചാർജ് ഒരു 1000 കൊടുക്കുക. സേവ്. ഇതായി. അതനുസരിച്ച് ഇതിന്റെ ടോട്ടലും കാര്യങ്ങളെല്ലാം മാറും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മുമ്പേ ചെയ്ത മാതിരി ഇതിനകത്ത് അഡീഷണൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ് എഡിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് നോട്ടിന്റെ ഡേറ്റ് ഇപ്പൊ ഞാൻ 20-ാം തീയതി കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി മുമ്പേ ചെയ്ത മാതിരി തന്നെ റിവ്യൂവിൽ പോയിട്ട് ഈ ക്രെഡിറ്റ് നോട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രെഡിറ്റ് നോട്ട് ID, ക്രെഡിറ്റ് നോട്ട് ഡേറ്റ്, ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് സേവ് ഡ്രാഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇൻവോയ്സ് ജനറേറ്റ് ആയോ. നിങ്ങൾ ഒരു വട്ടം എഡിറ്റ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൺഫേം കൊടുത്ത് ഈ ക്രെഡിറ്റ് നോട്ട് ജനറേറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ ടാബിൽ പോയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ക്രെഡിറ്റ് നോട്ടിലെ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ക്രെഡിറ്റ് നോട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇവിടെ നിന്ന് തന്നെ ആ ക്രെഡിറ്റ് നോട്ട് കാണാനും പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഡിസൈൽ യൂസ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻവോയ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് നോട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇൻവോയ്സും ക്രെഡിറ്റ് നോട്ടും കോൺഫിഡൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ. ക്ലിയർ ഫിനാൻസ്, ഫാസ്റ്റർ പേയ്മെന്റ്, സ്മൂത്ത് പ്രോജക്ട്സ്, ഹാപ്പി ക്ലയൻസ്. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നെ ഡിസൈലോ യൂസ് ചെയ്യൂ. ഡിസൈലോന്റെ ഇൻവോയ്സ് ഫീച്ചർ. താങ്ക് യു.